വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഇന്ന് രാവിലെ 3:50 തൃശ്ശൂർ തൃപ്രയാർ നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു സംഭവമാണ്. റോഡ് സൈഡിൽ ഉറങ്ങി കിടന്ന 5 പേരുടെ പുറത്ത് വാഹനം കയറുകയും 5 പേര് മരിക്കുകയും ബാക്കി 3 പേര് നില ഗുരുതരമാണ്. മൊത്തം 11 പേരാണ്. 11 പേരിൽ 3 നില ഇപ്പോഴും ഗുരുതരമാണ്. ഇത് അപകടം സംഭവിച്ചു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു. 2 പേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ്. അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അവരിപ്പോഴും മദ്യപിച്ച നിലയിൽ തന്നെയാണ്. 2 പേരും വാഹനം ഓടിത്തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു. ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് ക്ലീനർ വണ്ടി ഓടിച്ചു. ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഡ്രൈവർക്ക് ഒരു 50 വയസ്സും അലക്സ് എന്നാണ് പേര്. ക്ലീനർ 33 വയസ്സുള്ള ഒരാളാണ് അലക്സ്. ഡ്രൈവർ ജോസാണ്. ഇവർ 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരിലുള്ള ഒരാളുടെ പേരിലാണ്. ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഈ മദ്യപിച്ചിരിക്കുന്ന 2 പേർക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും. ആദ്യഘട്ടമായിട്ട് അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും എന്ന നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ഒരു കരുതിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ്. കാരണം ഇത് അടച്ചു വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിലേക്ക് കയറുന്നത്. അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ, ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറി ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള യാത്രകളെയും രാത്രികാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു. അത് ഈ അടുത്ത ആഴ്ചയോടെ അത് ഒരു വലിയ ഡ്രൈവായി വരും. രാത്രിയിലൊരു പരിശോധന. വളരെ ഈ ട്രക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളിലെല്ലാം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട്. നൈറ്റ് ഒരു എൻഫോഴ്സ്മെന്റ് പരിപാടി ആലോചിക്കുന്നുണ്ട്. അത് തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ ആഴ്ചയിൽ തുടങ്ങും. അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി ഇവരെ പുറത്തൂടെ കയറിയതിനു ശേഷം വണ്ടി പിന്നെ 600 മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു. അതായിരുന്നു ഈ ഡ്രൈവറുടെ പ്ലാൻ. 600 മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയുകയും അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന്, ഡ്രൈവറല്ല, ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃക്സാക്ഷികളുണ്ടായിരുന്നു. വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത്. ഇയാളുടെ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നുന്നു. ഏതായാലും നാട്ടുകാരത് പിടിച്ചു നിർത്തി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും. ഇപ്പോൾ തന്നെ RC ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ, അതുപോലെ ലൈസൻസ് പോവും, പിന്നെ പെർമിറ്റും പോവും. RC ബുക്ക് നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ അശ്രദ്ധമായൊരു നടപടിയാണത്. വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ റോഡിന്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം. 2 ദിവസം എനിക്കറിയാം, ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞ പോലീസ് സ്ഥലത്തെ SI 2 ദിവസം കൂടെ ഇവരുടെ ഇവിടെ നിന്ന് മാറണം, അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത് പക്ഷെ വണ്ടി ചെന്ന് കയറിയത് അശ്രദ്ധമായിട്ടാണ്. ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇവർ കിടന്നത്. പക്ഷെ റോഡിൽ കിടക്കാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ നാട്ടിലെ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾ വന്ന് ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ 2 ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട്. പക്ഷെ അവർ മാറിയില്ല. അത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കും. പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഏറ്റവും വലിയ ചാർജ് ഇട്ട് കേസെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിയും
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് അത് മന്ത്രിസഭാ യോഗത്തിൽ മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. മോട്ടോർ വാഹന വകുപ്പിന് അത്തരത്തിൽ ഒരു സഹായം ചെയ്യാനുള്ള വകുപ്പില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം നമ്മൾ നടപ്പിൽ വരുത്തും. ഈ വാഹനം ഓവർ സ്പീഡായിരുന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ക്യാമറകളിൽ കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടവരെല്ലാം പറയുന്നത് റൂട്ട് മൊത്തം നമ്മൾ ക്യാമറ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എല്ലാ റൂട്ടിലും ക്യാമറ പരിശോധിക്കുന്നത്. അതുകൂടെ ദൃക്സാക്ഷികൾ പറയുന്ന വണ്ടി ആദ്യം തന്നെ മദ്യപിച്ച നിലയിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഒരു റാഷ് ഡ്രൈവിംഗ്, ഡ്രങ്കൻ ഡ്രൈവറാണ് മൊത്തം. തുടക്കത്തിൽ തന്നെ അവർ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത് രണ്ടുപേരും. ആരാണ് മാറി മാറി ഓടിച്ചത്? ക്യാമറ എല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇവരെ കണ്ട ആളുകൾ, വണ്ടി കടന്നുപോയ ആളുകൾ പറയുന്നത് ഈ വണ്ടി മദ്യപിച്ച് തന്നെയാണ് തുടക്കം തൊട്ട് ഒരു വളരെ റാഷായിട്ടാണ് വണ്ടി ഓടിച്ച് വന്നതെന്ന് പറയും. ഈ സേഫ് കേരള പദ്ധതിയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ഈ ശബരിമല സീസൺ കൂടെ വന്നു, ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഈ സാർ പറയുന്ന പോലെ ഈ രാത്രി പരിശോധനയ്ക്കൊക്കെ വേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം ഉണ്ടോ? നമുക്ക് ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് DC ഒരു ഓപ്പറേഷൻ നടത്തും. കാരണം അത് നമ്മൾ എല്ലാ സ്ഥലത്തും വിട്ടില്ല. എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതൽ ഇപ്പോൾ നമ്മൾ വിട്ടത്. പക്ഷേ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവരെയും കൂടി ചോദിച്ച ഒരു രാത്രി പരിശോധന DCയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈലബിൾ, പകല ഓഫീസുണ്ടെങ്കിലും അവരെ സ്പെഷ്യൽ ഡ്യൂട്ടിയായിട്ട് രാത്രിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള ഇപ്പം 4 വരി പാത അല്ലാത്തൊരു സ്ഥലത്ത് കണക്കെടുക്കും. നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് MC റോഡിൽ യാത്ര ചെയ്യും. രാത്രി പോയി കഴിഞ്ഞാൽ, രാത്രി എന്നല്ല പകലെന്നില്ല, എല്ലാവരെയും നടുവിലുള്ള, ഞങ്ങളിന്ന് ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ നടത്തിയതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷനും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ വണ്ടികളും റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷനും ഉണ്ടായിരുന്നു. ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് MC റോഡിൽ കൂടെ പോയാൽ തന്നെയും 2 വരിയേ ഉള്ളെങ്കിലും ആ എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക്. പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഈ വരയിൽ കൂടെ പോകണമെന്നാണ്. ഈ വര മുറിച്ച് കിടക്കരുതെന്നുള്ളതല്ല അവരത്. അത് എല്ലാവരും ഈ 2 ലൈൻ വലിച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. 2 ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ 2 ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വരച്ചതും ക്രോസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരാം. അപ്പോൾ ഞങ്ങളൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പറയും. ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക് ലംഘിച്ച് വലത്തുവശം കയറി വരുമല്ലോ, റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട്, ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു. വളരെ വളരെ ഫാസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല സീസൺ ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ സാധാരണ കൊട്ടാരക്കര, തിരുവനന്തപുരം, പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പറഞ്ഞു. ആ റോഡിലെല്ലാം വലതുവശത്തൂടെ വണ്ടികൾ വളവെടുക്കുന്നത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും നമ്മുടെ വണ്ടികളും, കൂടുതലും തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റൈറ്റ് സൈഡ് കയറി വരികയാണ്. ടേണിങ്ങിൽ ഓവർടേക്കിംഗ് ഉണ്ട്. ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെയാണ്, ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ച് കയറുകയാണ്. അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഇന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി. നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട്. ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അത് ഫൈനാൻസിൽ ഇരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വാഹനമില്ലാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെല്ലാം ഒതുക്കി. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി. ആളില്ലാത്ത പ്രശ്നമല്ല. ഇപ്പോൾ വാഹനം അടിയന്തരമായിട്ട് ലഭ്യമാക്കണം. 20ഓളം വണ്ടികൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് ഒരു 10-25 വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് 1 വർഷത്തോളമായി അനുവാദം കിട്ടിയിട്ട്, പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഈ രാത്രികാല പരിശോധന മോട്ടോർ വാഹന വകുപ്പല്ലാതെ സംയുക്തമായി നടത്തേണ്ടതാണ്. പോലീസ് ഒരു നിർണായകപ്പെട്ട ഘടകമാണ്. മുമ്പ് നമ്മൾ ഈ രാത്രികാല വാഹനം ഓടുന്ന വാഹനങ്ങൾക്ക് ഈ ചുക്കുകാപ്പി കൊടുക്കുന്ന കോർണർ, അവരെ ഈ ഉറക്കത്തിൽ വാഹന അപകടം ഉണ്ടാകാതിരിക്കാനുള്ള അവയർനെസ് ഒക്കെ നടത്തിയിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാത്രി ഓവർ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്ക് മാക്സിമം കിട്ടുക ഫൈനാണ്. അങ്ങനെ റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന വാഹനങ്ങളെ CCTV വഴി ട്രേസ് ചെയ്യാനോ അവരെ വിളിച്ചു വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഫോളോ അപ്പ് മോട്ടോർ വാഹന വകുപ്പിന് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ചെക്ക് വേറെ ചില ഈ ട്രാഫിക് ഇതുമായി ബന്ധപ്പെട്ട ചില NGOകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. ഈ രാത്രി ഓപ്പറേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയില്ല എന്നുള്ളത്. അപ്പോൾ വണ്ടി കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൂൾ ചെയ്തുകൊണ്ട് ഈ ഡ്രൈവിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ നേതൃത്വം കൊടുക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും എറണാകുളം
ജില്ലകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല. അപ്പോൾ അവരെ റെക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുത്തത്. അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്നതിനപ്പുറം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ്. ഒരു രാജ്യത്തും ഈ വണ്ടി കൈകാണിച്ച് നിർത്തി RC ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ അതുള്ളൂ. അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇലക്ട്രിക് കാറൊക്കെ ഉള്ളത്, അത് അതിൻ്റെ കൂടെ ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണ് ഈ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ പ്രായോഗികമാകണമെങ്കിൽ വാഹനങ്ങൾ വേണം. മറ്റു സ്ഥലങ്ങളിലെ വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എടുക്കുക മാർഗമുണ്ട്. പുതിയ വാഹനങ്ങളില്ല. വാഹനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ഗവൺമെന്റ് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസവും ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടി തന്നേ പറ്റൂ, വണ്ടി ഇല്ലാതെ പറ്റില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനം നമ്മൾ ശബരിമലയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സേഫ് കേരളയുമായി ബന്ധപ്പെട്ട് മിഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കണം. അവിടെയും അതിന്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ് ഓരോ ദിവസം കഴിയുന്നത്. അപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ കുറച്ച് വണ്ടികളെ അവിടെയും കൊടുക്കാൻ പറ്റുള്ളൂ. വലിയൊരു പ്രതിസന്ധിയാണ് വണ്ടിയില്ലാത്ത കാര്യം. റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് വണ്ടി വാങ്ങാൻ പണം അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല. വളരെ അത്യാവശ്യം വണ്ടിയാണ്. കാരണം ആളുകളുടെ പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോൾ ഈ AMEമാരെ ഇപ്പം നിയോഗിച്ചിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ AMEമാരെ എടുത്തുകൊണ്ട് 83 AMEമാർ ഒരു 10 മാസത്തിനുള്ളിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രംഗത്ത് വരും. അവരെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു, PSC ആ ലിസ്റ്റ് തന്നു, അഡ്വൈസ് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇപ്പോൾ സെലക്ട് ചെയ്ത് അടുത്ത മാസം തൊട്ട് ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ എണ്ണത്തിലുള്ള പ്രശ്നമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിയമിക്കാം. പക്ഷെ വാഹനത്തിന്റെ അസൗകര്യമാണ് ഏറ്റവും വലിയ അസൗകര്യം. പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല. ഒരു വാഹനമെങ്കിലും ഒരു മിനിമം ഒരു ഓഫീസിൽ വരണ്ടേ, അതില്ലാത്തൊരവസ്ഥയാണ്. എന്താണ് ധനവകുപ്പിന് മറുപടി? അല്ല, ഇപ്പം എന്തിനാന്നാ ചോദിക്കുന്നത്? എന്താണ് മറുപടി എന്ന് വെച്ചാൽ അതിന്റെ കാരണം അവർക്കും അറിയത്തില്ല. എന്തിനാണ് ഈ വണ്ടി, അപ്പോൾ ആ വണ്ടി വരുന്ന സമയത്ത് എപ്പോൾ ഉപയോഗിക്കും എന്നൊക്കെയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. രസകരമായ ചോദ്യങ്ങളാണ്. പഴയ വണ്ടി എന്ത് ചെയ്യും? 15 വർഷം കഴിഞ്ഞ വണ്ടികൾ കുറേ ഒതുക്കിയിരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കുറേ അധികം വണ്ടികൾ, അതൊന്നും വലിയ ഡാമേജ് ഉള്ളതോ അങ്ങനെ കണ്ടീഷൻ അല്ലാത്തതോ പൊല്യൂഷൻ പ്രശ്നമുള്ളതോ ഒന്നും അല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന വണ്ടികളാണ്. പക്ഷേ ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ മാറ്റി വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റി നിർത്തിയിരിക്കണം. പോലീസിന്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, ആരോഗ്യവകുപ്പിന്റെ വണ്ടികൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധി വരുമ്പോൾ പകരം കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് പുതിയ വണ്ടി വാങ്ങണം എന്നാണ്. ഇതാണ് അവരെ പറയുന്നത്. അവർക്ക് കത്തെഴുതുമ്പോൾ അവരറിയുന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഈ വണ്ടി വിറ്റ് പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി GST കിട്ടുമല്ലോ, ഞങ്ങൾക്ക് കുറച്ച് വരുമാനം കിട്ടുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ വണ്ടി പൊളിക്കാനുള്ള സമയമായില്ലല്ലോ. കാരണം അതിനൊക്കെ ഡാമേജ് ഒന്നും വണ്ടിക്കില്ല. KSRTC തന്നെ എടുത്തു നോക്കിയാൽ പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ പുതിയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ ലാഭം പഴയ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പുതിയ വണ്ടി പണിയാൻ ഒരുപാട് പൈസയാണ് വേണം. അതിന്റെ ടെക്നോളജിയൊക്കെ മാറി, ഒരുപാട് സ്പെയർ പാർട്സിനൊക്കെ വലിയ വിലയാണ്. പക്ഷെ സത്യത്തിൽ പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് ചെലവ് കുറവാണ് പണിയാനായിട്ട്. ഇത് പലർക്കും അത് പഴയ വണ്ടി പണിയുന്നതാണ്. ഇപ്പൊ KSRTC സംബന്ധിച്ച് പഴയ വണ്ടി പണിയുന്നതാണ് ലാഭം. ഈ അപകടം ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കർശനമായ നിലപാട് സ്വീകരിക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൃത്യമായ ചുമതല കൊടുക്കുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ കൂടെ ആയതുകൊണ്ട്, അദ്ദേഹം IG കൂടെ ആയതുകൊണ്ട് പോലീസിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാം. ഈ ഒരു നൈറ്റ് ഡ്രൈവിൽ ജോയിന്റ് ചെക്കിംഗ് നടത്താം. ഇന്ന് പോലീസിന് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ റോഡ് സൈഡിൽ ഉറങ്ങുന്നത് അപകടകരമാണ്. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ കാണാറില്ല. വടക്കേ ഇന്ത്യയിലൊക്കെയാണ് നമ്മൾ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്താൽ വലിയ ഹൈവേയുടെ ഒക്കെ നടുവിലുള്ള ഡിവൈഡറിൽ ഇതുപോലെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആളുകൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ടാർപ്പയൊക്കെ വലിച്ച് കെട്ടിയിട്ട് അവിടെ കിടക്കുകയാണ്. നമ്മളെപ്പോഴും ഏത് നിമിഷം, പിന്നെ പശുക്കളെടുത്ത് ചാടും. അപ്പോൾ ഏത് നിമിഷമാണ് അപകടങ്ങളെന്ന് അറിയാതെ കുഞ്ഞുങ്ങൾ വന്നിങ്ങനെ ഇതിന്റെ സൈഡ് വളരെ വേഗത്തിൽ 100 കിലോമീറ്റർ 120 കിലോമീറ്ററിൽ വണ്ടി പോകുന്ന ഹൈവേയിൽ കുഞ്ഞുങ്ങളുമായി നടുവിലൊക്കെ താമസിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ഇങ്ങനെ റോഡ് സൈഡിൽ വന്ന് അവർ ഫാമിലിയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. അത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ പോലീസിന് എന്തായാലും ഒരു പൊതുവായി അങ്ങനെ കാര്യത്തിൽ ഇടപെടണമെന്ന് പോലീസിനൊരു കത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്നുണ്ട്. സംസാരിച്ചു. അവിടുത്തെ കമ്മീഷണറായിട്ടെല്ലാം അദ്ദേഹം ആഗ്രഹം പറഞ്ഞു. ഓൾറെഡി പോലീസായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ നടപടി എടുക്കുന്നത്. അതിൻ്റെ ബേസിസിലായിരിക്കും ഈ വെഹിക്കിളിൻ്റെ ഒരു ഡ്രൈവറിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യാനും നടപടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡ്രൈവ് നമ്മൾ നടത്തും.
ശബരിമല സേഫ് സോണിലാണ് നമ്മളിപ്പോൾ ഇത് മൊത്തം ഫോക്കസ്. കാരണം നമ്മുടെ ഒരുപാട് വെഹിക്കിൾ ഡെൻസിറ്റി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ 3 ഇരട്ടി വണ്ടികളാണ് ഇപ്പോൾ എൻട്രി ആവുന്നത്. എന്നിട്ടും ഇവിടെ ആക്സിഡൻസിന്റെ ഒരു വർധനയില്ല. അത്രയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിഡന്റ് റിഡക്ഷൻ അവിടെ ചെയ്യുന്നത്. അവിടെ എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ വെഹിക്കിൾ കൗണ്ടിങ്ങും ആക്സിഡൻസിന്റെ റെസ്പോൺസ് നല്ലപോലെ നടക്കുന്നുണ്ട്. മൊത്തം കേരളയിൽ ഇങ്ങനെ സേഫ് കേരള പ്രോജക്റ്റ് ഭാഗമായിട്ട് കൂടി ഇതേ ക്വാളിറ്റി ഓഫ് എൻഫോഴ്സ്മെന്റ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ചില റിസോഴ്സ് സാർ പറഞ്ഞ പോലെ വി നീഡ് സം റിസോഴ്സസ് ലൈക്ക് വെഹിക്കിൾസ്. നമുക്ക് പുതിയ ഓഫീസേഴ്സ് കൂടെ ഇനി ട്രെയിനായി കിട്ടിക്കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് നല്ല ക്വാളിറ്റി കിട്ടും.